ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കമ്പനി വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഈ കമ്പനി വണ്ടി എങ്ങനെയാണ് ദുബായിൽ വാഷ് ചെയ്യൽ? ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ ഒരു 8 മണിയാവാനായി, 7:59. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ നമ്മൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വണ്ടി വാഷ് ചെയ്യും? നമ്മൾ നിൽക്കുന്നത് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വണ്ടി വാഷ് ചെയ്യുന്നത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. 8 മണിയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം. 8 മണിൻ്റെ മുൻപ് നമ്മൾ ഇവിടുന്ന് വണ്ടി മാറ്റി കൊടുക്കണം. 8 മണിക്ക് ശേഷം നമുക്കിവിടെ വണ്ടി ഇടാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ് 8 മണിക്ക് ശേഷം. അപ്പം നമ്മൾ 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി എടുക്കലുണ്ട്. അല്ല ഗൈസ്, നല്ല മഞ്ഞുണ്ട് വണ്ടിൻ്റെ മേലിലൊക്കെ. വണ്ടി നമ്മൾ വെച്ചത് ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് വെക്കാൻ സ്ഥലമുള്ളൂ. നമ്മുടെ റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലൊന്നും വെക്കാനൊരു സ്ഥലമില്ല. ഒന്നാമെന്ന് വെച്ചാൽ ഈ പൊടിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിൽ എത്രമാത്രം, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയിൽ എത്രമാത്രം പൊടിയുണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ വണ്ടി വൃത്തികേടായിപ്പോകും. ഇതിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ തന്നെ വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് വാഷിങ്ങിന് കൊടുക്കുന്നതായിരിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗ്ലാസ്സൊക്കെ മങ്ങിയിരിക്കുക. ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മേലുള്ള പൊടി വേഗം അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ടി വാഷിങ്ങിന് കൊണ്ടുപോയിടാം. വണ്ടിൻ്റെ അകത്ത് മുഴുവൻ ദിവസം നോക്കി കാണാം. ഇതിപ്പോൾ നമ്മൾ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, എന്താ ഈ ഒരു മാർക്ക് കാണുന്ന സൈഡ്, ഇവിടെ മാത്രം ക്ലീനും അപ്പുറത്ത് ഡസ്റ്റും പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ രാവിലെ ഞാൻ വണ്ടി കയറുമ്പോൾ ഞാൻ വെക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് സാനിറ്റൈസർ അല്ല, ഇത് വെറും പച്ചവെള്ളം. അത് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് കണ്ണ്, മൈ വാലറ്റ്, ബ്ലൂടൂത്ത് ചാർജർ നിർബന്ധപ്പിക്കില്ലേ. ചാർജർ നമുക്കെപ്പോഴും നമ്മളൊരു എന്തോ ലോങ്ങിലേക്കൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജർ എന്തായാലും വേണം. ഇവിടെ വണ്ടി തന്നെ സിയും അതുപോലെ USB കുത്താനുള്ളൊരു ഇത് കണക്ഷൻ ഉണ്ട്. വണ്ടിയുടെ കീ മസ്റ്റാണ്. വണ്ടിയുടെ കീ ഇല്ലാത്ത ആവശ്യം വണ്ടിക്ക് ഓട്ടോ ലോക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. കീ എപ്പോഴും നമ്മൾ വെക്കണം. ഒരു റൗണ്ട് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ടെന്നുള്ളൂ. റൗണ്ട് ചുറ്റി റൗണ്ട് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളും. പിന്നെ സമയം എത്രയായി നോക്കട്ടെ. സമയം എന്താ വരത്തെ? 7:55, 5 മിനിറ്റിനുള്ളിൽ പാർക്കിംഗ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഓക്കെ, സാധനങ്ങളൊക്കെ റെഡി. നമ്മൾ വേങ്ങിച്ച ഭക്ഷണമുണ്ട്. മെഷീൻ ഓൺ ചെയ്യണം. മെഷീൻ ഓൺ ചെയ്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ഒന്നും അറിയില്ല. നമ്മൾ ഒന്ന് വൈപ്പർ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വൈപ്പർ ഇട്ട് കൊടുക്കുക. കാരണം വൈപ്പർ ഇട്ടുള്ള പ്രശ്നം അവിടെ മാർക്ക് കൊടുക്കും. മെഷീൻ ഓണായി. നമുക്ക് നേരെ ഒരു എനോക്കിൻ്റെ പമ്പിലേക്ക് പോയിട്ട്, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു. എനോക്കിൻ്റെ പമ്പിൽ പോയിട്ട് വണ്ടി ഒന്ന് വൃത്തിയാക്കാം. നമുക്കിപ്പോൾ നമ്മൾ മേടിച്ച ഭക്ഷണം നമുക്കൊന്ന് കഴിക്കാം. അതിനുശേഷം എനോക്കി പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു. നമുക്കാദ്യം വണ്ടി ഇവിടെ പാർക്കിങ്ങിലൊന്നും ഇടാൻ പറ്റുക. അവിടെ ഒന്നും സൈഡില്ല. നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഈ പള്ളിയുടെ സൈഡിൽ. അവിടെ ഇട്ടതിന് ശേഷം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ബ്രേക്ക്ഫാസ്റ്റ് വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ വണ്ടിയിൽ AC ഒക്കെ ഓഫ് ചെയ്ത് ഫുൾ ഗ്ലാസും താത്തിയിരുന്നു. അല്ലാത്ത പക്ഷം വണ്ടിയിൽ സ്മെല്ല് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇട്ടാലോ വണ്ടി, ഇവിടുന്ന് വണ്ടിക്കാർ വേറെ വരില്ലാന്ന് തോന്നുന്നു. ഇനി ഇവിടെ വരുമ്പോഴാണ് ഈ 2 ലാൻഡ് ക്രൂസറും മിസ്തൂഷിയും എടുക്കാൻ, മിസ്തൂഷിയും മറ്റേ ഇതുപോലെ തന്നെ എടുക്കാൻ സാധ്യത കുറവാണ്. നമുക്കാദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി. ഇവിടെ നിന്നൊരു ഭക്ഷണം കഴിക്കലെന്ന് വെച്ചാൽ ഗ്ലാസ്സൊക്കെ താത്തി കോപ്പിറൈറ്റ് കൂടുന്നതിനെ കൊണ്ട് വണ്ടിയിൽ പാട്ടിടാൻ പറ്റില്ല. പെട്ടെന്ന് കഴിച്ചത് പോവാം. കാരണം വേറെ വണ്ടിക്കാർ ഇവരൊറ്റ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ബുദ്ധിമുട്ടിലായി പോകും. ഇത് ചപ്പാത്തി ആൻഡ് കടലക്കറി, ജസ്റ്റ് 1 ദിർഹം. ധേരെ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ധേരെ താമസിക്കുന്നവരുണ്ടെങ്കിൽ ഉപകാരപ്പെടും. ഇങ്ങനെ കിട്ടുന്നത് സുഖമാണ്. ചാർജ് ഇല്ലാത്തെങ്കിൽ വണ്ടി ഓഫീസിൽ പോയി കഴിക്കാം നമുക്ക്. ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് കഴിക്കുന്നത് ബെറ്റർ അല്ല.
ഇപ്പോൾ വെറുതെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. ഓഫീസിലേക്ക് എത്ര കിലോമീറ്റർ ഓടാനുണ്ട്. എനിക്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് എനോക്കിലേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ എനോക്കിൻ്റെ പെട്രോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോ വാഷിനാണ് നിൽക്കുന്നത്. നേരെ നമുക്ക് ഓട്ടോ വാഷിലേക്ക് കയറാം. ഇവിടെ എന്താ ഓപ്പൺ ആയോ ഇല്ലയെന്ന് അറിയില്ല. നമുക്ക് ഓട്ടോ വാഷിൽ കയറിയിട്ട് എന്താ അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ എനോക്കിൻ്റെ ഓട്ടോ വാഷിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എപ്പോഴും വാഷ് ചെയ്യൽ. കമ്പനി നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ട്, എനോക്കിൻ്റെ തന്നെ, എനോക്ക് പെട്രോളിൻ്റെ തന്നെ ഒരു കാർഡ് തന്നിട്ടുണ്ട്. അത് കമ്പനി റീചാർജ് ചെയ്യും. നമ്മളിവിടെ വരാം ജസ്റ്റ് വാഷ് ചെയ്യൽ മാത്രം. മാനുവൽ വാഷ് ഉണ്ട്, ഓട്ടോ വാഷ് ഉണ്ട്. പക്ഷേ ഓട്ടോ വാഷിന് 20 ദിർഹം, മാനുവൽ വാഷ് വരുമ്പോൾ 25 ദിർഹമാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് പണി തീർത്ത് പോകാനും വണ്ടി ഓവർ ഡസ്റ്റോ കാര്യങ്ങളോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്ടോ വാഷാണ് ബെറ്റർ. ബാക്കി നോക്കാം നമുക്ക്. എന്തായാലും ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, അല്ല കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതാക്കി കൊണ്ടുവരാൻ കാണുന്നില്ലല്ലോ. ഇല്ലേ, എവിടെ അവൻ? 20 ദിർഹംസാണ്. 20 ദിർഹംസ് കൊണ്ട് നമുക്ക് വാഷിങ് കാര്യങ്ങളെല്ലാം കഴിയും. അകം പുറക്കെ ക്ലീൻ ആയി തോന്നുന്നു. കാർഡ് അവിടെ. ഓക്കെ, സംഭവം സെറ്റപ്പ്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സംഭവം തന്നെ. കുറച്ചും കൂടി ഓട്ടോ വാഷ് എന്ന് വെച്ചാൽ എല്ലാ അകവും കൂടി ക്ലീൻ ചെയ്യാനുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇതൊന്നും ഇല്ലട്ടാ. ഇത് അകം CID മൂസയിൽ ക്യാപ്റ്റൻ രാജ് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ വേണം അകം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ക്ലീനിങ് തുടങ്ങി. നോക്കട്ടെ, ആദ്യം സോപ്പ് വരട്ടെ. സോപ്പ് ഇടുന്നുണ്ട്. ഇടട്ടെ. പതപ്പിക്കുന്നത് 360 നമുക്കൊന്ന് കാണാം. പതപ്പിച്ച് 3D എക്സ്പോ. പതിപ്പിക്കുന്നില്ലല്ലോ. വായോ പതപ്പിച്ച്. ഇനി വാഷിംഗ് ആണോ? വെള്ളം വരട്ടെ. എന്താ വെള്ളം ഇല്ല, തീർന്ന? എന്താ വരാത്ത വെള്ളം? വെള്ളം എവിടെ? നമ്മുടെ നാട്ടിൽ വണ്ടിയുടെ പുറമേ ഉള്ള വാഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ ക്ലീനിങ് ആണ്. ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കാനേ വേണം. ഇനി അവർ ക്ലീൻ ചെയ്യട്ടെ വണ്ടി. നമ്മുടെ വണ്ടിയുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ, വണ്ടി കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എന്തായാലും ഇവർ അടിപൊളിയാക്കി തന്നു. ഇൻറ്റീരിയർ ആയാലും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനോക്കിൻ്റെ പെട്രോൾ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് കമ്പനി ക്ലീൻ ചെയ്യാൻ തന്നിട്ടുള്ളത്. ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് വീക്കിലി 3 ടൈം കാറ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ബൈ.